പാലിയക്കരയിൽ തിങ്കളാഴ്ച മുതൽ ടോൾ പിരിവിന് അനുമതി. അതേസമയം ടോൾ നിരക്ക് കൂട്ടാൻ ആർക്കാണ് അധികാരമെന്ന് ഹൈക്കോടതി ചോദിച്ചു. നിരക്ക് കൂട്ടിയതിന്റെ രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, അക്ഷരാർത്ഥത്തിൽ ആ ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുന്ന സമയത്ത് ജനത്തോടുള്ള യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് തന്നെ, അല്ലെങ്കിൽ ധിക്കാരം, ധാർഷ്ട്യം, എങ്ങനെ വേണം വിശേഷിപ്പിക്കാമായിരുന്നു ആ ടോൾ പിരിവ് കൂട്ടിയ നടപടി? അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു പ്രശ്നമില്ലാതിരിക്കെ ജനത്തിനു വേണ്ടി കോടതി ഒരു ചോദ്യമെങ്കിലും ചോദിച്ചുവെങ്കിൽ അത് ആശ്വാസകരമാണ്. വിഷ്ണു, കാശ്മീർ 45 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പാലിയക്കരയിൽ ടോൾ പിരിവിന് വീണ്ടും അനുമതി കൊടുത്തിരിക്കുന്നത്. അനുമതി അത് ഉത്തരവായി പുറത്തു വന്നിട്ടില്ല. ഡിവിഷൻ ബെഞ്ച് വാക്കാൽ പറയുകയാണ് ചെയ്തത്. അനുമതി ഉണ്ടെങ്കിലും കോടതിയുടെ കർശന ഉപാധികൾ ഉണ്ടാകുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇതിന്റെ ഔദ്യോഗികമായ ഉത്തരവ് കോടതി വ്യക്തമാക്കും. ആ ഘട്ടത്തിലായിരിക്കും എന്തെല്ലാം നിബന്ധനകൾ ഉണ്ട് എന്ന കാര്യം പറയുക. കോടതി ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച കാര്യം ദേശീയപാത അതോറിറ്റിയും ഹർജിക്കാരും കോടതിയെ അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഇതാർക്കാണ് ഇത് കൂട്ടാനുള്ള അധികാരം, എന്താണ് അതിന്റെ മാനദണ്ഡം, അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം ഈ റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും കോടതിയിൽ ചോദിച്ചു. ഈ ആമ്പല്ലൂർ മേഖലയിൽ പ്രധാനമായും ചില കുഴികളുണ്ട്, അവിടെ അപകടങ്ങൾ പതിവാണെന്ന പോലീസ് റിപ്പോർട്ടുണ്ട്. കളക്ടറുടെ റിപ്പോർട്ടിലും അത് പരാമർശിച്ചിരുന്നു. അവിടെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് NHAയോട് ചോദിച്ചിരുന്നു. വൈകിട്ടോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിച്ചു, അതായത് റിപ്പോർട്ടിൽ പറഞ്ഞ ആ ദിവസം തന്നെ വൈകിട്ടോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാണ് കോടതിയോട് ഈ NHA അധികൃതർ വ്യക്തമാക്കിയത്. ടോൾ പ്ലാസ അധികൃതർ പറഞ്ഞത് കഴിഞ്ഞ 45 ദിവസമായി ഈ ടോൾ പിരിക്കാത്തതിനാൽ അവിടുത്തെ ജീവനക്കാരടക്കം വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ പ്രതിസന്ധിയിലാണെന്ന കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു. നിലവിൽ 45 ദിവസം ഒരു വലിയ പീരീഡാണ്. ആ പീരീഡ് ഉപയോഗിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ ഇത്തരത്തിൽ ഒരു പരിധിവരെയെങ്കിലും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഈ ടോൾ പിരിവ് റദ്ദാക്കിയ നടപടി ഗുണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഒന്നും ചെയ്യാതിരുന്ന സമീപനമാണ് ദേശീയപാത അതോറിറ്റി ഭാഗത്തുണ്ടായെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഘട്ടത്തിൽ, കോടതി ഉത്തരവ് വന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് അനങ്ങാപ്പാറായും വിട്ട് അവിടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി, പണി നടന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗതാഗത കുരുക്ക് കുറയുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് കോടതി ഒരുപക്ഷെ ഈ ടോൾ പിരിക്കാൻ വീണ്ടും അനുമതി കൊടുക്കുന്നത്. അപ്പോഴും കർശന ഉപാധികളുണ്ട്. ഈ പാലിയക്കരയിൽ മുടക്കുമുതലിനേക്കാൾ ഇരട്ടി ഇതിനോടകം തന്നെ പിരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളതൊക്കെ ശതകോടികളുടെ ലാഭം മാത്രമാണെന്ന തരത്തിലുള്ള ചില വിവരാവകാശ കണക്കുകളൊക്കെ ഇതിനോടകം തന്നെ ഈ ഷാജി കോടങ്കണ്ടത്തൊക്കെ സമർപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അത് എവിടെയും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരുന്നില്ല. ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ, കോടതിയെ ചോദ്യം ചോദിക്കുമ്പോൾ, ടോൾ കമ്പനി ഈ പറയുന്ന രീതിയിലുള്ള രേഖകൾ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ മറുപക്ഷത്തെ രേഖകളും ഹാജരാക്കപ്പെടുമല്ലോ. അപ്പോൾ ഈ ടോളിൽ, ഈ അനധികൃത ടോൾ കൊള്ളയിൽ കോടതി ഇടപെട്ട് തുടങ്ങുന്നു എന്ന് ഈ കോടതിയുടെ ചോദ്യത്തിൽ നിന്ന് കരുതാമോ വിഷ്ണു? കാശ്മീർ അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം ഇത് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുൻപാകെ വന്ന ഹർജിയാണ്. ആ ഹർജിയുടെ ഉപഹർജിയായാണ് ഈ ടോൾ പിരിവ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഉപഹർജി വന്നത്. ആ ഹർജിയിന്മേൽ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. ഈ അനധികൃത ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുൻപാകെ അങ്ങനെ ഒരു ഹർജി എന്ന രീതിയിലില്ല. പക്ഷേ ഈ സ്വാഭാവികമായും തിങ്കളാഴ്ച ഈ ടോൾ പിരിക്കാം എന്നൊരു അനുമതി നൽകുമ്പോൾ അവിടെ പുതിയ ടോൾ നിരക്ക് എന്താണ് എന്നറിയാനുള്ള, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നടപ്പാക്കിയതെന്ന് അറിയാനുള്ള ഒരു ഉത്തരവാദിത്വം കോടതിക്കുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് കോടതി ഈ NHAയോട് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആർക്കാണിത് വർദ്ധിപ്പിക്കാനുള്ള അധികാരം എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് ടോൾ നിരക്കിന്റെ വിവരങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഈ ഹർജി അവസാനിക്കുന്നില്ല. ഈ ഹർജി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഹാഷ്മി ഉന്നയിച്ച് ഈ വിഷയം കോടതിക്ക് മുൻപാകെ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഷാജി കോടക്കണ്ടത്തടക്കമുള്ള ആളുകൾ അത് നിരന്തരം കോടതിക്ക് മുൻപാകെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ കോടതി പരിഗണിച്ച വിഷയം അതല്ല, മറ്റൊരു വിഷയമാണ്. ആ പശ്ചാത്തലത്തിൽ അതിന്റെ മെറിറ്റിലേക്ക് അതൊരു വിഷയമല്ല. പക്ഷേ എങ്കിൽ കൂടിയും നിർത്തിവെച്ച സമയത്ത് പിന്നെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദയാദാക്ഷിണ്യമില്ലാതെ, ഏതെങ്കിലും തരത്തിൽ നീതീകരണമോ ന്യായമോ ഇല്ലാതെ ആ ടോൾ പിരിവ് കൂട്ടിയത് എങ്ങനെയാണ് എന്ന് കോടതി ഒരു വാക്കുകൊണ്ടെങ്കിലും ചോദിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചോദിക്കാത്ത ചോദ്യമാണത്. ജനത്തിനു വേണ്ടിയുള്ള കോടതിയുടെ ചോദ്യത്തിന് കോടതിയോട് നന്ദി. എന്തായാലും അതിൽ ഒരു തുടർ നീക്കങ്ങൾ കോടതിയിൽ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.